ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥലങ്ങളിൽ പോയി അതൊരു കസ്റ്റോഡിയനായി ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കസ്റ്റഡിയിലേക്ക് ഇത് പോന്നു. ഇത് ഏതെങ്കിലും കാരണവശാൽ പുറത്തു വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ പല ആളുകളും അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കി നടക്കുന്ന ആളുകൾ പലപ്പോഴും ഇത് ഉത്തരവുണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗം ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിനകത്തെ നിഗമനവും നിർദ്ദേശവും നമ്മൾ നോക്കിയാൽ മതി. ആ നിഗമനവും നിർദ്ദേശവും നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ. ഇപ്പൊ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തെ എനിക്ക് പറയാൻ പറ്റും. കോടതി പറയണം ബാക്കിയുള്ള പേജ് ഇത്രയുണ്ട് അതുകൂടെ പബ്ലിഷ് ചെയ്യും, ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ കോടതി പറയുന്നു ഈ പ്രസിദ്ധീകരിച്ച പേപ്പറിനകത്ത് ഇന്ന കുറ്റങ്ങളുണ്ട് പറയട്ടെ. ഇനിയും ഈ 3 വർഷം ഞാൻ മന്ത്രിയായതിനു ശേഷം, അതിന് മുമ്പ് ബഹുമാനപ്പെട്ട എ കെ ബാലൻ ആയിരുന്ന മന്ത്രി, അദ്ദേഹത്തിന്റെ കാലത്തോ എന്റെ കാലത്തോ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഒരു പരാതി കേരളത്തിലെ ഒരു വനിതാ സിനിമാ രംഗത്തെ ആളുകളും നമ്മുടെ മുമ്പ് വന്നിട്ടില്ല. പറഞ്ഞോട്ട് WCC ഉൾപ്പെടെയുള്ള ഒരു മെമ്മോറാണ്ടം തന്നിട്ടുണ്ട്. ആ മെമ്മോറിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ജസ്റ്റിസ് ഹേമയുടെ പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പരിശോധന തുടങ്ങിയത്. ഇതിൽ സ്ത്രീകൾക്ക് ദോഷകരമായ ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പരാതി തരാം, കോടതിയെ സമീപിക്കുക. നിലവിലുള്ള നിയമസംഹിതയ്ക്ക് അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് നിൽക്കാൻ പറ്റും. അതനുസരിച്ച് മുന്നോട്ട് പോവാം. ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് ഏതെങ്കിലും കാര്യം വന്നാൽ ഒരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് ചെയ്യില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു. ആ കാര്യത്തിൽ നിലപാട് ക്ലിയറാണ്. ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, സ്ത്രീ സമൂഹത്തിനൊപ്പമാണ്. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്ന നിലപാടെടുക്കുന്നത്. പിന്നെ സിനിമ ഇൻഡസ്ട്രിയെ പറ്റി ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ 10,000-കണക്കിന് ആൾ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഇങ്ങനത്താണോ? അതിനൊന്നും നമുക്ക് അഭിപ്രായമില്ല. കാരണം എല്ലാവരും എത്രയോ നല്ല നില പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ്. അവിടെ പിന്നെ ഈ പറയുന്ന അമ്മയിൽ തന്നെ 10-300 ആർട്ടിസ്റ്റുകൾ പ്രവർത്തിക്കുന്നില്ല, സ്ത്രീകൾ. അപ്പം നമ്മുടെ കേരളത്തിൽ 1000-കണക്കിന് സ്ത്രീകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ രംഗം വലിയ ഗംഭീരമായി ഇന്ന് കയറുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിച്ച ഒരു സ്റ്റേറ്റാണ്. മിക്കവാറും സിനിമ ലാഭകരമായി പോയ ഒരു സ്റ്റേറ്റാണ്. നല്ല വരുമാനം കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു മേഖലയത് മാറി. ഞങ്ങൾ നിരന്തരമായി ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ്. ചുമ്മാതം കയറുമോ? നിങ്ങൾ ആ രംഗത്തുള്ളവരോട് ചോദിച്ചു നോക്കൂ. ഗവൺമെന്റിന്റെ സമീപനം എന്താ? ആ രംഗത്തുള്ളവർ ചോദിച്ചു. വളരെ ക്ലിയർ കട്ടായിട്ട് ഇത് നന്നാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും പേരെ ബാധിക്കുകയും ഇത്രയും പേര് ജീവിക്കുകയും ചെയ്യുമ്പോഴൊക്കെ അവിടെ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെ അതെ അങ്ങയുടെ കയ്യിൽ ക്രിമിനൽ ആക്ടിവിറ്റി ഒരു കേസ് പറ. അങ്ങയുടെ കൈ പറയട്ടെ, ഞാൻ പറയട്ടെ. മിനിസ്റ്റർ ഇന്നലെ ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു. മിനിസ്റ്റർ തന്നെ പറഞ്ഞു പരാതിയുമായി രംഗത്ത് ആർക്കെങ്കിലും വരാം എന്ന് മിനിസ്റ്റർ. അല്ല, പരാതി ഉള്ളവർ കൊടുക്കുന്നതല്ലേ പറഞ്ഞു. നിങ്ങൾ ഈ വളച്ചു. ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ വന്നതിനകത്ത് നിങ്ങൾ ആരും ഒരാളുടെയും പേര് പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഈ റിപ്പോർട്ടിനകത്ത് പിന്നെ എന്റെ ഓഫീസിൽ വന്ന ഭാഗം വായിച്ചിട്ട് അവരെ വിളിച്ചു ചോദിച്ചപ്പോഴും പറഞ്ഞു ആ റിപ്പോർട്ടിനകത്ത് ആരുടെയും പേര് പറയുന്നില്ല. ആ റിപ്പോർട്ടിന്റെ ബാക്കിയുള്ള ഭാഗം നിയമപരമായി പരിശോധിച്ചുകൊണ്ട് തുടർ നടപടിയിലേക്ക് പോകാനേ കഴിയൂ. അത് പരിശോധിക്കട്ടെ.